ഹാൽക്കിം വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ബുധനാഴ്ചത്തെ വിശേഷങ്ങളുമായിട്ടാട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ബുധനാഴ്ച പാത്തുസിനെയും കൂട്ടിയിട്ട് ആധാർ എടുക്കാനായിട്ട് പെരുമ്പളശ്ശേരിക്ക് പോകണം കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും പിന്നെ കുഞ്ഞടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത തന്നെ കാണാം കേട്ടോ. പിന്നെ സംസ്ഥാനത്തൊട്ടാകെ എൻ്റെ പൊന്നു എന്താ മഴ അല്ലേ, റെഡ് അലേർട്ടാണല്ലേ. അപ്പം എല്ലാ കൂട്ടുകാരും സേഫായിട്ടിരിക്കുക, ജാഗ്രതയോടുകൂടി ഇരിക്കുക കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് മീൻകറി സെറ്റാക്കുന്നുണ്ട്, പിന്നെ മുട്ടക്കറി, അതേപോലെ തന്നെ പത്തിരി, പിന്നെ ഹമൂർ. ഇന്ന് മീൻ കിട്ടുമെന്ന് വിചാരിച്ചതല്ല കേട്ടോ, പക്ഷേ സാമ്പാറൊക്കെ വെച്ച് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴുണ്ട് ഫോണിലൊരു മെസ്സേജ്, ഫ്രഷ് ഹമൂറുണ്ട്, ഇന്നാ കിട്ടുള്ളൂ, മഴ അങ്ങോട്ട് കനത്താൽ മീനൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, മീൻ അങ്ങോട്ട് ഓർഡർ ചെയ്തു കേട്ടോ. അതീവ രുചികരമായ ഹമൂറാട്ടോ കിട്ടിയത്, ഒരു വെറൈറ്റി മീനാണ്. അപ്പോൾ അതുകൊണ്ട് കുറുകിയ ചാറോട് കൂടി തന്നെ നമുക്ക് മീൻകറി അങ്ങോട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. മീൻകറിയുടെ വീഡിയോ, അതായത് കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകറിയുടെ വീഡിയോ ഒരുപാട് തവണ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ കയറി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാറാണ് റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇതാ വെന്തിട്ടുണ്ട്, അതിലേക്ക് ഇതാ പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സാമ്പാർ പൊടിയും അതേപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കി അതൊക്കെ സെറ്റായ ശേഷം നമുക്ക് കടുകും കറിവേപ്പിലേക്ക് ഇട്ട് നമ്മുടെ കറി അങ്ങോട്ട് തൂളിച്ചെടുക്കാം കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കും കേട്ടോ. പത്തിരിക്കുള്ള പൊടി നല്ലപോലെ അങ്ങോട്ട് കുഴച്ച് സെറ്റാക്കി പെരത്തിങ്ങായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ചുട്ടെടുക്കണം. പിന്നെ ഹമൂർ നന്നാക്കി ക്ലീൻ ചെയ്തിട്ടാട്ടോ കിട്ടിയത്. അപ്പോൾ പിന്നെ അതിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഒരുക്കി വെച്ച് വേഗം തന്നെ എന്ത് ചെയ്യാം, കറി അങ്ങോട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പത്തിരി അങ്ങോട്ട് ചുട്ടെടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വേണം കേട്ടോ കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോരുതേ കൂട്ടുകാരെ. അപ്പോൾ സപ്പോർട്ട് വേണം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ചാനലൊന്ന് ഉഷാറായി വരുള്ളൂ കേട്ടോ. പാത്തൂസ് ഇന്ന് മദ്രസയിൽ പോയില്ല കേട്ടോ. ഇന്ന് ആധാർ എടുക്കാനായിട്ട് നേരത്തെ തന്നെ പോകണം. കുറച്ച് നേരം വൈകിയാൽ അവിടെ ചെന്നാൽ സൈറ്റ് പോയി ഇന്ന് ആധാർ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ന് ആധാർ എടുക്കാനായിട്ട് സാധിക്കില്ല, വേറൊരു ദിവസം പോകേണ്ടി വരും. അതും തന്നെയല്ല, സ്കൂൾ തുറക്കാനായി ആധാറിൻ്റെ കോപ്പി ടീച്ചർ പറഞ്ഞു, സ്കൂൾ തുറക്കുമ്പോൾ തന്നെ ടീച്ചർക്ക് കോപ്പി കിട്ടണം കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് ആധാർ എഴുത്തേ പറ്റൂ. അപ്പോൾ നേരത്തെ തന്നെ പോകണം. അപ്പോൾ ഒന്ന് മദ്രസയിൽ പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായിട്ടോ. കുറച്ച് സങ്കടമുണ്ട്, എന്ന് കൂട്ടുകാരെ കാണാൻ പറ്റിയില്ലല്ലോ, അതിൻ്റെ ഒരു സങ്കടം ഉണ്ട് കേട്ടോ അവൾക്ക്. അപ്പോൾ നമ്മുടെ മുട്ടക്കറിയും പത്തിരിയും ഇതാ റെഡിയായി. പാത്തുസ്ത പത്തിരി കഴിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ മുട്ടക്കറി കൂട്ടിയിട്ട്. അപ്പോൾ ദാ പാത്തുസിനും ആച്ചുമോനിതാ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് രുചികരമായ കുറുകിയ ചാറോട് കൂടി തന്നെ നമുക്ക് എന്താക്കാം, കറി സെറ്റാക്കി എടുക്കാം കേട്ടോ. ഹമൂർ നന്നാക്കി കഴിഞ്ഞിട്ട് ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട്, അതൊക്കെ കഴുകി കഴിഞ്ഞിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്കുള്ള എല്ലാ ഐറ്റംസ് ഇതാ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി സെറ്റാക്കാം കേട്ടോ. നമ്മുടെ മസാല റെഡിയാക്കി വെച്ചിട്ടോ. ഇതിൻ്റെ റെസിപ്പി, അതായത് കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകറി റെസിപ്പി ഞാൻ ഒരുപാട് തവണ ചാനൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഡീറ്റെയിലായിട്ട് പറയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഹമൂർ ഇതാ മിളക് പറ്റി വെച്ചിട്ടുണ്ട്, മീൻ ദാ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്, തേങ്ങാപ്പാൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ കേട്ടോ ഞാൻ ഹമൂറിലിടുന്നത്. അപ്പോൾ നമുക്ക് കറി വെച്ച് തുടങ്ങിയാലോ. കുറുകിയ ചാറോട് കൂടി തന്നെ നമ്മുടെ മീൻ കറി സെറ്റാക്കി ഇട്ടാൻ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതങ്ങോട്ട് മിക്സി ജാറിലിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് സെറ്റാക്കി ചട്ടിയിലേക്ക് ഒഴിച്ചെടുത്തു. പിന്നെ ഈ പുളി പിഴിഞ്ഞതും പച്ചമുളകും പാകത്തിന് ഉപ്പിട്ട് ഒന്ന് മൂടി വെച്ചിട്ടോ. അതിന് ശേഷം നമുക്ക് ഫ്രഷ് ഹമൂർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമാങ്ങയാണ് കേട്ടോ. എന്തൊരു ഭാഗ്യത്തിന് കടയിൽ പോയപ്പോൾ മാങ്ങ കിട്ടിയിട്ടോ. അപ്പോൾ
നമ്മുടെ ഹമൂറിലേക്ക് പച്ചമാങ്ങ ഇട്ടാലാട്ടോ വളരെ ടേസ്റ്റ്. അപ്പോൾ പിന്നെ പച്ചമാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രഷ് ഹമൂർ അതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പച്ചമാങ്ങ അതിലേക്ക് ഇതാ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ടൊന്ന് താത്തി അങ്ങോട്ട് വെച്ച് കൊടുത്തു. എന്നിട്ടൊന്ന് മൂടി വെച്ച് നമുക്ക് മീൻ വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. മൂടി വെച്ച ശേഷം പാത്തുസിനെ കുളിപ്പിച്ചൊരുക്കാനായിട്ട് പോയിട്ടോ. അങ്ങനെ പാത്തുസിനെ കുളിപ്പിച്ചൊരുക്കി സുന്ദരി കുട്ടിയാക്കിയിട്ട് ഇരുത്തിയിട്ടുണ്ട്. അതിനുശേഷം നേരെ അടുക്കളയ്ക്ക് പോകുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മീനൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നല്ല കട്ടിയാർന്ന തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം കേട്ടോ. നല്ല കട്ടിയാർന്ന തേങ്ങാപ്പാലാണ് ഈ കറിയുടെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും നല്ല കട്ടിയുള്ള പാൽ ഒഴിച്ചെടുക്കണേ. എന്നിട്ട് ഒന്ന് സെറ്റായി വരുമ്പോൾ തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെളിച്ചെണ്ണ അങ്ങോട്ട് ചാറി കൊടുത്ത ശേഷം നമ്മുടെ കുറുകിയ ചാറോട് കൂടി തന്നെ നമ്മുടെ ഈ മീൻകറി അങ്ങോട്ട് സെറ്റാക്കിയിട്ടു കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോരുത് കേട്ടോ. അപ്പം നമ്മുടെ മീൻകറി സെറ്റായി. ഇനി നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്താലോ മീൻ. അപ്പം നമ്മുടെ വെട്ടിത്തളിച്ച് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് മീനൊക്കെ ഫ്രൈ ചെയ്ത ശേഷം ഞങ്ങൾ അക്ഷയ കേന്ദ്രത്തിലേക്ക് പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മരം മുറിക്കുന്നത് കണ്ടു. നല്ല കാറ്റത്തും മഴയത്തും വീണതാട്ടോ. അപ്പോൾ അതൊക്കെ മുറിച്ച് മാറ്റണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ കിട്ടി. അങ്ങനെ ഞങ്ങൾ അക്ഷയ കേന്ദ്രത്തിലേക്ക് പോവാണ് കേട്ടോ. നല്ല മനോഹരമായ കാഴ്ച കാണണോ? കണ്ടോളൂ. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അങ്ങോട്ട് വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ കടലാസും പേപ്പറൊക്കെ അങ്ങോട്ട് റെഡിയാക്കാനുണ്ടായിരുന്നു. അതൊക്കെ അങ്ങോട്ട് റെഡിയാക്കി എടുത്തു. അതിനുശേഷം പാത്തുസിനെ ഫോട്ടോസ് എടുക്കാനായിട്ട് കൊണ്ടിരുത്തിയപ്പോൾ നേരെ നോക്കുന്നുണ്ടായിരുന്നില്ല. കുറേ നേരം ശ്രമത്തിന് ശേഷം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം തമ്പ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ പാത്തുസിൻ്റെ ആധാർ അങ്ങോട്ട് സെറ്റായിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ വീട്ടിലേക്ക് എത്തും ആധാർ. വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയത് കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ കൂട്ടുകാരെ. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ.